ഹായ് ഓൾ. ഹായ്. ടാർജറ്റ് 2026-ൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും റിസർച്ചൊക്കെ ആണെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരു പ്രീമിയം ഒരു കോളേജിൽ അഡ്മിഷൻ ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമാണ്. അത് +1 +2നോടൊപ്പം ചെയ്യുന്നവരുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുന്നവരുണ്ട്, +2വിന് ശേഷം ബെർലിൻ്റെ ക്യാമ്പസുകളിൽ ചെയ്യുന്നവരുണ്ട്. നമ്മൾ സാധാരണ ടോപ്പിക്കുകളെല്ലാം +1 +2ൻ്റെ NCERT ബേസ്ഡ് ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ പറയുന്നൊരു സമയം അപ് ടു ഡിസംബർ വരെയാണ്. ജനുവരി മുതൽ കൃത്യമായ ഇടവേളകളിൽ ധാരാളം മോഡൽ എക്സാമുകളിലൂടെ നമ്മൾ പഠിച്ചത് പരിശീലിക്കാനുള്ള അവസരവും, അങ്ങനെ നോക്കിയാൽ നമ്മുടെ അക്കാഡമിക് ഇയറിൻ്റെ ആ പഠിക്കേണ്ട സമയത്തിൻ്റെ പകുതി സമയമായി. NCERT കൃത്യമായിട്ട് പഠിക്കേണ്ടതിൻ്റെ പകുതി സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി പകുതി അപ് ടു ഡിസംബർ വരെയാണ് നമുക്ക് ചാപ്റ്ററുകളിലൂടെ കടന്നു പോകാനുള്ള, നമ്മുടെ ടോപ്പിക്കൊക്കെ റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരം. അതിനുശേഷം മോഡൽ എക്സാമുകൾ തുടങ്ങിയായി. സമയം എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത് അല്ലേ? ഒരു വർഷം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് സമയം പോയത്. അപ്പോൾ കുട്ടികളും ഇപ്പോൾ അവർ തന്നെ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഇനി 110 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 210 ദിവസമേ ഉള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ് തുടങ്ങലിൽ നിന്ന് തന്നെ നമുക്കിന്ന് തുടങ്ങണം എന്ന് എനിക്ക് തോന്നണം. നമ്മൾ ആ സമയത്തിനെ കുറിച്ച് കൂടുതൽ വറി ആകുന്നതിനനുസരിച്ച് ഒരു പക്ഷേ നമ്മുടെ ഒരു ആങ്സൈറ്റി ലെവലും കുറച്ചൊന്ന് കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ സമയത്തിനെ കുറിച്ച് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വറി ചെയ്യണം. കാരണം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സമയം. എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യത്തിൽ ഓവർ കോൺഷ്യസ് ആകുന്നതിനനുസരിച്ച് ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കൈവിട്ട് പോകുന്നതായിട്ട് അത് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന കുട്ടികളായാലും ക്ലാസ്സിലിരിക്കുമ്പോഴായാലും പരീക്ഷാ സമയത്തായാലും നമ്മൾ ഒരുപാട് ഓവർ കോൺഷ്യസ് ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നല്ല മാർക്ക് വേണം, നല്ല മാർക്ക്, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിലും നമ്മളതിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു ശ്രദ്ധ മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു പകുതി സമയം എന്ന് പറയുമ്പം ധാരാളം വിദ്യാർത്ഥികൾ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിൽ +1 +2ൻ്റെ ടോപ്പിക്ക് പഠിക്കുന്നത് ഒരു പക്ഷേ പല വിദ്യാർത്ഥികളും ആദ്യമായിട്ടായിരിക്കാം. അപ്പം ടൈം ടേബിളിനെ കുറിച്ച്, കൃത്യമായിട്ടുള്ളൊരു പഠന രീതിയെക്കുറിച്ച് കൃത്യമായിട്ട് ഇനിയെങ്കിലും അവർ ഓർത്തിരിക്കേണ്ടതാണ്. ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുക. തീർച്ചയായിട്ടും അത് ടൈം ടേബിൾ വെച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും പല കുട്ടികളും അവർ എത്ര പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ ഏത് ബുക്ക് എടുക്കണം, ഒരുപാട് പുസ്തകങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട എന്നോ നിങ്ങൾ പുസ്തകങ്ങൾ എടുക്കണ്ട എന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് നമുക്ക് തിയറി പഠിക്കാനുള്ള സമയം തന്നെയാണ്. ഇവിടെ നമ്മൾ തിയറി പഠിച്ചില്ലെങ്കിൽ ജാനുവരി ഫെബ്രുവരി മുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്ന റൗണ്ടുകളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് മറന്നുപോയി എന്ന് കരുതുന്ന തിയറി, അല്ലെങ്കിൽ നമ്മൾ മിസ്സായിട്ടുള്ള തിയറി പഠിച്ചുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ബാക്കി എല്ലാവരും പരീക്ഷകൾ ചെയ്ത് അവർ പരീക്ഷയുടെ രീതികളെക്കുറിച്ചും ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചും OMR ഫില്ലിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ കോൺഷ്യസ് ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ എത്താതെ നമ്മുടെ തിയറി പോർഷനിലേക്ക് മടങ്ങി വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള ദിവസം ഒരു ഏകദേശം 210ഓളം ദിവസങ്ങളാണ് ഇനിയുള്ളത്. ആ ദിവസങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ എത്ര പോർഷൻസ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഇനി എത്ര നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് തന്നെ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും വളരെ നന്നായിട്ടൊരു കംപ്ലീറ്റ് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടെ ആയിരിക്കില്ല അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന മിസ്സിങ് മനസ്സിലാക്കിയിട്ട് കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പോകാനുള്ള സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈം ടേബിൾ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ആഴ്ച എന്തായാലും നമുക്ക് കുറച്ച് മാർക്ക് വേണം, ബയോളജി പഠിച്ചേക്കാം. അപ്പോൾ ആ ആഴ്ച ബയോളജി ഒരുപക്ഷെ ടഫായിരിക്കും, മാർക്ക് കൂടുകയില്ല. തൊട്ടടുത്ത ആഴ്ച നമ്മൾ കെമിസ്ട്രി ആയിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്സ് ടഫാന്ന് ഓർത്ത് അതിൻ്റെ പുറകെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ടാകും. നമ്മൾ അറിയാതെ കുറേയധികം ചാപ്റ്ററുകൾ നമുക്ക് പെൻഡിങ് വരും. നേരെ മറിച്ച് നമുക്കൊരു ദിവസത്തിൽ നമ്മൾ ക്ലാസ് സമയമുണ്ട്, അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോൾ എത്ര ദൂരം പഠിക്കും, അത് മതി. അതിൽ കൂടുതൽ നമ്മൾ രാത്രി മുഴുവൻ ഉറക്കളക്കണമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സമയം കൃത്യത പാലിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഇപ്പോൾ ഫിസിക്സിന് ഇത്ര സമയം എടുത്തപ്പോൾ ഞാൻ ഇത്രയാണ് പഠിച്ചത്, ഇതാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. പിന്നെ വേറെയും ഒരു കാര്യം, എല്ലാ ചാപ്റ്ററും ചിലപ്പോൾ അതേപോലെ പഠിക്കാൻ പറ്റിയില്ല. ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും നമ്മൾ 2 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീർക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു
പക്ഷേ ചിലപ്പോൾ 4 മണിക്കൂർ എടുത്താലേ പഠിക്കാൻ പറ്റൂ. അവിടെയും അതെൻ്റെ ഒരു കുറവാണ്. അയ്യോ ഞാൻ 4 മണിക്കൂർ കൃത്യം ടൈം ടേബിൾ വെച്ചിട്ടും എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അവിടെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം ഒരു പക്ഷേ അതിനെനിക്ക് എൻ്റെ ഒരു ബേസ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച രീതി ശരിയല്ലാത്തത് കൊണ്ടോ കുറച്ചുകൂടെ സമയം എടുത്തു എന്ന് വേണം കരുതാൻ. അപ്പോൾ ടൈം ടേബിൾ വെക്കുക എന്ന് പറയുമ്പോൾ കൂടി ഓരോ ദിവസവും അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്കറിയാം ഒരു ദിവസം നിങ്ങൾക്ക് വരുന്ന ക്ലാസ് അവേഴ്സ് എത്രയാണെന്ന് അറിയാം. 3 സബ്ജക്റ്റ് മാറി മാറി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സബ്ജക്റ്റ് എന്തായാലും കമ്പൽസറി ഉണ്ടാകും. ആ വരുന്ന സബ്ജക്റ്റുകൾക്കനുസരിച്ച് നിങ്ങളും ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളെ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കാനുള്ള സമയം ആയിട്ടുണ്ട്. എങ്കിൽ പോലും അതിനും പറ്റാത്തവരാണെങ്കിൽ ഒരു വീക്ക്ലി ടൈം ടേബിൾ കമ്പൽസറി ആയിട്ട് വെക്കണം. കാരണം അന്ന് മൺഡേ തൊട്ട് ആ വെള്ളിയാഴ്ച വരെ എന്താണോ പഠിപ്പിച്ചത് അല്ലെങ്കിൽ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. കാരണം തലേ ദിവസം തന്നെ നിങ്ങളുടെ കയ്യിലെല്ലാം ടൈം ടേബിൾ കിട്ടുന്നതാണ്. അതിനനുസരിച്ച് ഒരു ഷോർട്ട് ടേം ടൈം ടേബിൾ എങ്കിലും വയ്ക്കണം. അതല്ല പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഡിസംബർ വരെയുള്ള, അതായത് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻസ് എന്താണോ, നമ്മൾ എത്രയാണോ കംപ്ലീറ്റ് ചെയ്തത് അതിനനുസരിച്ച് കൃത്യമായ ഒരു പ്ലാനർ, അത് ഒരു കൃത്യം കണക്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ കൂടി എന്താണ് ഇഫക്റ്റീവായിട്ട് പഠിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എഴുതി വെക്കണം. അപ്പം നിങ്ങൾക്കും അറിയാൻ പറ്റും ഞാൻ എന്താണ് മാറ്റം. കാരണം ഇതുവരെ ഓടിയതുപോലെ അല്ല, പതുക്കെ പതുക്കെ നമ്മൾ വേഗം കൂട്ടേണ്ട സമയം ആയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജാനുവരിക്ക് അപ്പുറം നമ്മുടെ തിയറി ക്ലാസ്സുകൾ പോവില്ല. അപ്പം നമ്മൾ ജാനുവരി കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ജാനുവരി കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യണം. അവിടെ കോൺസെപ്റ്റ് എനിക്കറിയില്ല, അത് വീണ്ടും പഠിക്കുക എന്ന് പറയുന്ന ഒരിടത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടായിപ്പോയി, അയ്യോ ഞാൻ എല്ലാം തീർന്നു, ഇത് കണ്ട ഉടനെ എനിക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട്, എൻ്റെ എല്ലാം തീർന്നു എന്നല്ല. ഒരു ചാപ്റ്റർ നമുക്ക് 14 or 20 പ്രാവശ്യം ഇനിയും റിവൈസ് ചെയ്യാനുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് മാസം വരെ. അപ്പോൾ ഒരു ചാപ്റ്റർ പല ആവർത്തി നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വരുന്നുണ്ട്. യൂണിറ്റ് എക്സാം ആയിട്ടും കമ്പൈൻഡ് എക്സാം ആയിട്ടും അതുപോലെ തന്നെ ഫുൾ മോഡലൊക്കെ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യണ്ട. പക്ഷേ ഇന്ന് ചെയ്യാനുള്ള ഡ്യൂട്ടി അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനെ എങ്ങനെ നമുക്ക് ടൈം ഷെഡ്യൂൾ നിർത്താൻ സാധിക്കും? കാരണം നമുക്ക് ക്ലാസ് കേൾക്കാനുണ്ട്, അതുപോലെ തന്നെ വർക്ക് ബുക്ക് ചെയ്യാനായിട്ടുണ്ട്, നാളത്തെ ക്ലാസ്സിനെ കുറിച്ച് കേൾക്കാനുണ്ട്, നമ്മുടെ പ്രോബ്ലംസ് ചെയ്തു നോക്കാനുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഒരു എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അല്ലേ. എല്ലാവർക്കും മറ്റൊരാളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാളുടെ ടൈം ടേബിൾ വയ്ക്കാനും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ളൊരു നടപടിയുമല്ല. കാരണം നമ്മൾ ഇപ്പോൾ സമയം പോലും, ഞാൻ രാത്രി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വേറൊരാൾ ചിലപ്പോൾ ഏറ്റവും ഏർലി മോർണിംഗിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒറ്റ വായനയിൽ മനസ്സിലാകും, ചില കുട്ടികൾ 2-3 പ്രാവശ്യം വായിച്ച് എഴുതി പഠിച്ചാലേ മനസ്സിലാകൂ. അപ്പം നമ്മൾ സ്ലോ ലേണർ ആണോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമോ, നമ്മൾ പെട്ടെന്ന് മറന്നു പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് വായിച്ചാൽ മതി പിന്നെ ഒരിക്കലും മറക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ജെനറ്റിക്സ് ആണ്. നമുക്ക് ഒരു കുറച്ച് ഭാഗം അത് നമുക്ക് ഹെറിഡിറ്ററി ഉണ്ട്, പ്ലസ് നമ്മുടെ അഡാപ്റ്റേഷൻ ആണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് എല്ലാവരും ഒരേ രീതിയിലല്ല അഡാപ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വ്യത്യാസം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് നല്ലൊരു ടൈം ടേബിളിനെ കുറിച്ച് ചോദിക്കാം, പക്ഷെ ഒരിക്കലും മറ്റൊരാൾ ചെയ്യുന്നത് അതുപോലെ കോപ്പി ചെയ്യരുത്. ഇല്ല, അതെ. കാരണം നിങ്ങളാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ശിവൻ സാറും പറയുന്നു, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അപ്രോപ്രിയേറ്റ് ആണോ, ഞാനിത് ചെയ്താൽ എനിക്ക് അതിനകത്ത് ബെനിഫിഷ്യൽ ഇഫക്റ്റ് ഉണ്ടോ, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ബ്ലൈൻഡ് ആയിട്ട്, ഇപ്പം ഞാനായാലും ശിവൻ സാർ ആയാൽ പോലും ഞങ്ങളെയും ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണ്ട. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു മെത്തേഡിൽ ഞാൻ പഠിച്ചാൽ എനിക്ക് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്, ഞാൻ ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, ഓക്കെ അതുവഴി പൊയ്ക്കോളൂ. അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്താനും നിങ്ങളുടെ ഏറ്റവും അവസാനമായിട്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയമാണ്. കാരണം ജാനുവരി ഫെബ്രുവരി ഒക്കെ കഴിയുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ അല്ല പഠിക്കേണ്ടിയിരുന്നത്, ഇനി ഞാൻ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കേണ്ട സമയം അല്ലത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ മാറ്റം വരുത്തുവാനോ, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഈ പറയുന്ന പോലെ നല്ല റാങ്ക് കിട്ടുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ മെത്തേഡ് പ്രോപ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ആൻഡ് നിങ്ങൾ അതുമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം, ഈ പറഞ്ഞ വേ എനിക്ക് പ്രോപ്പർ ആണോ, ഞാൻ അതിൽ കംഫർട്ടബിൾ ആണോ. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നു, ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാർക്ക് നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സങ്കടം ഉണ്ടാകുന്നത്. കാരണം ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ഒരാഴ്ച മുഴുവൻ നമ്മുടെ ഇരുന്ന് പഠിച്ചു, മറ്റേ കുട്ടി അങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നില്ല, പക്ഷെ തിങ്കളാഴ്ചത്തെ മാർക്ക് വന്നു കഴിയുമ്പോൾ അയാൾക്ക് എന്നെക്കായാലും വളരെയധികം മാർക്ക് നിൽക്കുന്നു. ഞാൻ എത്രത്തോളം വർക്ക് ചെയ്തു, ഞാൻ വർക്ക് ബുക്ക് മുഴുവൻ ചെയ്തു, ഞാൻ നോട്ട് മുഴുവൻ വായിച്ചു, NCERT പല ആവർത്തി വായിച്ചു, പക്ഷേ അതെനിക്ക്
എവിടെയാണ് എഫക്റ്റീവിലെത്താൻ പറ്റുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി +1 +2 എങ്ങനെയാണ് നമ്മൾ കണ്ടത്, ആ ക്ലാസ്സിൽ ഇപ്പോഴത്തെ തിയറി ക്ലാസ്സിലാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ആകെ തുകയാണ്. പിന്നെ ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു എക്സാമാണ് അല്ലേ. തീർച്ചയായിട്ടും ആ വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടൊരു ചോയ്സിൽ എത്തേണ്ടതായിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അതിനെയൊന്നും നമ്മളൊരിക്കലും കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പ്രായം ഒരു കമ്പാരിസന്റെ ഒരു സമയമാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ കമ്പയർ ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ടും കമ്പയർ ചെയ്യണം. പക്ഷെ മുകളിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒക്കെ താഴെ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പോകണം. 700 മാർക്ക് വാങ്ങിക്കുന്ന ആൾ 715 കമ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ 200 വാങ്ങിക്കുന്ന ആളിനെ കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ ഒരു പരിധിവരെ നമുക്കൊരു സെൽഫ് വർത്ത് നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ താഴേക്ക് മാത്രം കമ്പയർ ചെയ്ത് താഴെ പോകണം എന്നല്ല പറയുന്നത്, കമ്പാരിസൺ നമുക്ക് വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെയോ നമ്മളെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയോ നമ്മുടെ സബ്ജക്റ്റിൻ്റെ നോളജോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഫാക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും 1 മണിക്കൂർ പഠിച്ച കുട്ടി സാർ പറഞ്ഞ പോലെ പെട്ടെന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു. ഞാൻ 10 മണിക്കൂർ പഠിച്ചു എന്നിട്ടും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വേറെയും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ 10 മണിക്കൂർ ശരിക്കും പഠിച്ചോ? കാരണം 10 മണിക്കൂർ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെ ബുക്ക് തുറന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു കുട്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 7, 8, 9, 10 പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കുന്നു, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ വായിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞു, മോനെ നീ പാസീവ് റീഡിംഗ് ആണ്. കാരണം വായന എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ നിങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഒരു ലെറ്ററിന്റെ ആദ്യവും അവസാനവും കണ്ടാൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ വായിക്കും. അതാണ് നമ്മുടെ ഒരു ടെൻഡൻസി. അപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോഴും നമുക്കൊരു വാക്കറിയാം, നമ്മൾ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. പക്ഷെ ആ ഒരു പാസീവ് റീഡിങ്ങിനപ്പുറം ആ കോണ്ടന്റ് എന്താണ് എൻ്റെ മനസ്സിലായത്, ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഞാൻ എന്താണ് എടുത്തതെന്ന് എനിക്കൊന്ന് തിരിച്ച് അനലൈസ് ചെയ്യാൻ പറ്റണം. അത് പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചു, അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം 5-4-9 5-4-9 എന്ന് ഞാൻ 100 പ്രാവശ്യം എഴുതിയിട്ട് കാര്യമില്ല. എഴുതുന്ന സമയത്ത് എനിക്കറിയണം ഞാൻ എന്താണ് എഴുതിയത്, ഏത് ഡിജിറ്റാണ്, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ വായന എന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് റീഡിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇപ്പം പലതും ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. എയിംസ് പഠിക്കണം, അല്ലെ ഗവൺമെൻറ് സീറ്റുകൾ വേണം, അല്ലെ MBBS BDS പലതരത്തിലുള്ള റിസർച്ച് പ്രോഗ്രാമുകളിലൊക്കെ പോകാൻ താല്പര്യമുള്ള പല ടാർഗറ്റ് ചെയ്ത കുട്ടികളുമുണ്ട്. അപ്പം അതിലോട്ട് നമ്മൾ ഇനി എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്ന് സ്വയം ഒരു തിരിച്ചറിവിൻ്റെ സമയമാണിത്. നമ്മൾ ലക്ഷ്യത്തിലോട്ടൊന്നും നോക്കേണ്ട സമയമൊന്നും അല്ല, മാർക്കിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട സമയമല്ല. പക്ഷേ നമുക്ക് എഫക്റ്റീവായിട്ട് എത്രത്തോളം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ സമയമാണിത്. അതിനനുസരിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നമ്മുടെ ക്ലാസ്, വർക്ക് ബുക്ക്, പരീക്ഷകൾ ഇതിനെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ ആകുമ്പോൾ നമ്മളുടെ ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ടോപ്പിക്ക് തീർന്നിരിക്കണം. വീണ്ടും നമുക്ക് പല ആവർത്തി റിവൈസ് ചെയ്യാനുള്ള ധാരാളം സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ അല്പം സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരും നമുക്കറിയാം തിയറിയൊക്കെ നമുക്ക് സെക്കൻഡ് ടൈം ഒക്കെ കേൾക്കുമ്പോൾ അത്രത്തോളം ഉൾക്കൊള്ളാനാവില്ല. ഒരു മാത്രമല്ല അവർക്കാണ് കുറച്ചുകൂടെ അവരുടെ തന്നെ ഒരു കോൺഫിഡൻസ് ആണോ അതോ കോൺഫിഡൻസ് ഇല്ലായ്മയാണോ എന്നറിയില്ല. അവര് മാർക്ക് നന്നായിട്ട് കിട്ടും, പക്ഷെ കോൺഫിഡന്റ് അല്ല. അവരുടെ വിചാരം അയ്യോ ഇത് മതിയാവോ, കാരണം അവർ പ്രതീക്ഷിക്കുന്ന കഴിഞ്ഞ വർഷം ഞാൻ ഇത്രയും ഇല്ലായിരുന്നു, എന്നിട്ടും ഞാൻ ഇത്രയും പഠിച്ചു, എന്നിട്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അവർ തന്നെ ഒരു അസംഷൻ അവർ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുമോ, ഒരു ക്വസ്റ്റൻ എഴുതുമ്പോൾ ഇത് ചെയ്താൽ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, അപ്പോൾ ഈ വർഷം അങ്ങനെ ചെയ്ത, അങ്ങനെ വേണ്ട. നിങ്ങളെ വിശ്വസിക്കൂ. നമുക്ക് നമ്മുടെ കഴിവുകളിലുള്ള വിശ്വാസം മാത്രം മതി. മറ്റൊരാളല്ല നമ്മളെ വിശ്വസിക്കേണ്ടത്. ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. പല കുട്ടികളും ഈ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നല്ല മാർക്കാണ്, പക്ഷെ അവർ വന്ന് സംസാരിച്ചൊക്കെ തുടങ്ങി കരച്ചിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഒരു കുഞ്ഞിനോട് പറഞ്ഞു, ആ കുഞ്ഞ് വന്ന് സംസാരിച്ചൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു 200-നൊക്കെ താഴെ ആയിരിക്കും. കാരണം അത്രയും എന്തോ ഭയങ്കര പ്രശ്നമായിട്ടാണ് സംസാരിച്ച് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് മാർക്ക് ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് എനിക്ക് 550+ ഒക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു നല്ല തല്ല് തന്നെ എന്ന് തന്നെയാണ് ആ മോളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങളോടും അതാണ് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ വേർത്തിനെ ഒരിക്കലും കുറച്ച് കാണരുത്. അപ്പോൾ നമുക്ക് കഴിവുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഇത്രയൊക്കെ പഠിച്ച് ഈ സമയത്ത് ഇത്രയും മാർക്ക് വാങ്ങിച്ചു, എന്നിട്ടും എന്തോ എനിക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല, അപ്പോൾ ഇപ്രാവശ്യവും അതുപോലെ ആകുമോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്രാവശ്യം അതുപോലെ ആകില്ല എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ
ആകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പഠിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു എറർ നമുക്ക് വന്നുപോയി, ആ എററിനെ തിരുത്തിയാണ് നമ്മൾ ഇപ്രാവശ്യം മുന്നേറുന്നത്. അവിടെ എറർ വരുമോ എന്ന പേടിയല്ല നമുക്ക് വേണ്ടത്. കൃത്യമായിട്ട് കഴിഞ്ഞ വർഷം എനിക്ക് സംഭവിച്ച എറർ എന്താണ് എന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധി, അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം ഞാനത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല എന്ന ഒരു ഉറച്ച തീരുമാനം, അതിനു വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഈ രണ്ടാമത് എഴുതുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് വേണ്ടത്. നമുക്കറിയാം 2023 വളരെ മോഡറേറ്റ് ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു. ഒരു 600 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് വരുന്ന ഒരു ലെവൽ എക്സാം ആയിരുന്നു 2023. പക്ഷേ 24 കഥ മാറി, ഏറ്റവും ഹൈ സ്കോറിങ്ങിലോട്ട് പോയി. നമുക്കറിയാം വളരെ എളുപ്പമായിരുന്നു. 720 തന്നെ 17 പേർക്ക് വന്നു. 650 ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റ് കിട്ടേണ്ട ഒരു ടാർഗറ്റിലോട്ട് വന്നു. 2025 നീറ്റിൻ്റെ ചരിത്രം തന്നെ മാറി, ഏറ്റവും ടഫിലോട്ട് മാറി. 525 മാർക്ക് ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കിട്ടേണ്ട ഒരു കട്ട് ഓഫിലേക്ക് വന്നു. അപ്പം ചിലർക്കെങ്കിലും ഉണ്ട് ഞാനിതിനകത്ത് ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എനിക്കൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ ഞാൻ 600 ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, അത് 500 ചെയ്യണോ, അതോ 700 ആണോ കിട്ടേണ്ടതെന്നൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഓരോ ലെവൽ എക്സാമിലും പല രീതിയിലുള്ള എക്സാമുകളായിരിക്കും. നമുക്ക് ഇത്തവണയും നമുക്ക് ഒരുവിധം 3 സബ്ജക്റ്റും നല്ല കൺസെപ്റ്റ് അല്ലേ, നല്ല ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ മാർക്കൊന്നും നമ്മളിപ്പോൾ ഒരു ഫിക്സ് ചെയ്ത് ആലോചിക്കണ്ട. പക്ഷേ നമ്മൾ ഒരു ചിന്ത നമുക്ക് വേണം. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് അത് നമുക്ക് കൃത്യമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് എത്ര ഈസി ആയിട്ട് ചോദിച്ചാലും, അത് മോഡറേറ്റ് ആയിട്ട് ചോദിച്ചാലും, ഹാർഡ് ലെവലിൽ ചോദിച്ചാലും നമ്മളെ കൊണ്ട് അത് എഴുതാൻ പറ്റണം. അവിടെയാണ് നമ്മൾ എപ്പോഴും ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾ വായിച്ചു പോയാൽ പോരാ, ഓരോ വേർഡും അനലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിച്ചു, അതിൽ നിന്നും വരുന്ന ഒരു ഡിഫിക്കൽറ്റി ലെവലുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് അവിടെ എവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ട്. അതിൽ നിന്നും വരുന്ന ലളിതമായിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നു, മോഡറേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനും എനിക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കുറച്ചൊന്ന് കയറിപ്പോകുന്ന ഇൻഡെപ്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ, അപ്പം നിങ്ങൾ ആലോചിക്കണം എവിടെയോ എനിക്കൊരു മിസ്സിംഗ് ഉണ്ട്. ഞാൻ വായിച്ച സമയത്തോ, ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലോ, ഞാൻ എൻ്റെ ആ ഒരു അനലിറ്റിക്കൽ സ്കില്ലിലോ എവിടെയോ എനിക്കൊരു മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗ് കണ്ടുപിടിക്കുകയാണ് അത്തരം ക്വസ്റ്റ്യനുകളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് NCERT മോഡലുണ്ട്, നീറ്റ് മോഡലുണ്ട്, നീറ്റ് അഡ്വാൻസ്ഡ് ഉണ്ട്. അപ്പോൾ നീറ്റ് അഡ്വാൻസ്ഡ് മോഡലൊക്കെ എഴുതുന്നത് നിങ്ങൾക്കറിയാം, അതിനേക്കാളും ഡിഫിക്കൽറ്റി ലെവലിലോട്ട് ഒരു ക്വസ്റ്റ്യൻ ഒന്നും പോകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസി മോഡൽ ക്വസ്റ്റ്യൻസും ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യനും എല്ലാം നിങ്ങൾ എക്സ്പോസ് ചെയ്താണ് പോകുന്നത്. അത്രയും ക്വസ്റ്റ്യൻ എക്സ്പോഷർ ഉള്ള ഒരാൾ ഒരിക്കലും അയ്യോ ഡിഫിക്കൽട്ട് ആയാൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കേണ്ട. എനിക്ക് ആ കോൺസെപ്റ്റ് അറിയാമോ, ഞാൻ ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ എഴുതും. കാരണം നമുക്കറിയാം, ഇപ്പം നമുക്ക് ബെർലിനിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു തിങ്കളാഴ്ചത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ 3 ലെവലുള്ള ഏത് എക്സാം ആണെങ്കിലും ആ എക്സാമിൽ എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ഒരു അനാലിസിസ് ചെയ്യുന്നതിൽ എവിടെയാണ് എനിക്കൊരു പിഴവ് വന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഏതൊക്കെ രീതിയിൽ പഠിച്ചിട്ടും ഈ കൃത്യമായിട്ട് ആ ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു എക്സാം വന്നപ്പോൾ എന്താണ് എനിക്ക് പറ്റിയത്, അതിനെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവിടെ മാർക്കല്ല, ചിലപ്പോൾ 200 മാർക്കായിരിക്കാം, അല്ലെങ്കിൽ 400 മാർക്കായിരിക്കാം, 500 മാർക്കായിരിക്കാം. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് തലേ ആഴ്ച നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, തിരിച്ച് റൂമിൽ വന്നിട്ട് ആ ക്ലാസ്സുകൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട്, വർക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പുതിയ പ്രോബ്ലങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ച സാധനങ്ങൾ അങ്ങനെ മറന്നു പോകാറില്ല. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊരു 60% മുതൽ 70% വരെ അവനവനോട് നീതി പുലർത്തിയിട്ടുണ്ട്. എന്നിട്ട് എക്സാമിൽ നമുക്കൊരു സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ അനലിറ്റിക്കൽ പവറിനെ ഒന്ന് മാത്രമല്ല, ഞാൻ ഇവരോട് പറയാറുണ്ട്, സർ ഇവരൊരു കറക്ഷൻ ബുക്ക് വെക്കണം എന്ന് പറയും. അപ്പോൾ കറക്ഷൻ ബുക്ക് വെക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റായി വീണ്ടും ചെയ്ത് നോക്കി എഴുതുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഈ കറക്ഷൻ ബുക്കിൻ്റെ സൈഡിൽ നിങ്ങൾ അതും കൂടി എഴുതി വെക്കണം. ആ ശ്രദ്ധ അടി കിട്ടണം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം, മറ്റത് എനിക്ക് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ ഈ പറയും പോലെ 13 മണിക്കൂർ ഞാൻ ഇഫേർട്ട് ഇട്ടിട്ടും ആ ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദർ മസ്റ്റ് ബി എ റീസൺ. ആ റീസൺ എന്താണെന്ന് നിങ്ങൾ ആ കറക്ഷൻ ബുക്കിൽ, അവിടെ കറക്ഷൻ ബുക്കിൽ കറക്റ്റ് ആൻസർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് എഴുതുന്നതോടൊപ്പം തന്നെ എനിക്ക് അശ്രദ്ധയാണ്, എനിക്ക് നല്ല അശ്രദ്ധയുണ്ട്, ഞാൻ കെയർഫുൾ ആവണം, ഐ മസ്റ്റ് ബി കെയർഫുൾ, ഒരു 10 പ്രാവശ്യം എൻ്റെ സൈഡിൽ എഴുതി വെക്കണം. ഓരോ പ്രാവശ്യം ഈ കറക്ഷൻ ബുക്ക് മറിക്കുമ്പോഴും അയ്യോ ഞാൻ ഇത്രയും അശ്രദ്ധ കാണിക്കുന്നുണ്ട്, എനിക്ക് ഡിജിറ്റ്സ് എഴുതുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെയാണ്, ഡിജിറ്റ്സ് എഴുതുമ്പോൾ എല്ലാം ചെയ്തു വന്നിട്ട് ഏറ്റവും അവസാനം എടുത്ത് എഴുതുമ്പോൾ തെറ്റുന്നു, ഡിജിറ്റ്സ് മാറിപ്പോകുന്നു, സൈൻ മാറിപ്പോകുന്നു, പവർ മാറിപ്പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഒരിക്കലും ആ ചെയ്ത ക്വസ്റ്റ്യൻ എടുത്ത് ഇനി ഒന്നുകൂടെ ചെയ്യുന്നത് സമയനഷ്ടമല്ലേ, എനിക്ക് 715 ഉണ്ട് എന്ന് കരുതരുത്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യനേ തെറ്റിയുള്ളൂ, എന്താണ് ആ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള കാരണമെന്ന് കണ്ടുപിടിച്ച് അത് ആ കറക്ഷൻ ബുക്കിൽ തന്നെ ഒന്ന് എഴുതി വെക്കും. അതൊരു 5 എക്സാമോ 6 എക്സാമോ ആകുമ്പോൾ കൃത്യമായിട്ടും അതിന്റെ ഒരു ആവറേജ് നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ട് അല്ലാതെ മാർക്ക് എന്ന് പറയുന്നത് യാതൊരു തരത്തിലും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ വിലയിരുത്തുന്ന ഒരു ഘടകമേ അല്ല. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തോട്ട് എത്താൻ സാധിച്ചില്ല എങ്കിൽ അതിൽ ഏതൊരു പോയിന്റിലാണ് നമുക്ക് ഇനിയും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മെൻറ്റേഴ്സിനോ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനോ ഡയറക്ടേഴ്സിനോ ഞങ്ങൾക്കോ ഒന്നുമല്ല, നിങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾക്കേ അറിയുള്ളൂ. കാരണം ആ ദിവസം നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് തുറന്നു വെച്ച് ഇരിക്കുകയായിരുന്നോ, ശരിക്കും പഠിക്കുക തന്നെ ആയിരുന്നോ, എത്ര കണക്കുകൾ നിങ്ങൾ ചെയ്തു നോക്കി, ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ നിങ്ങളാണ്. എന്നിട്ടും ആ പരീക്ഷ എഴുതിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയതാണോ, അതോ എക്സാമിനേഷൻ ഹാളിൽ വേണ്ട എന്ന് വെച്ചതാണോ, അതോ പെട്ടെന്ന് വേഗം കൂടിയതാണോ, അതോ എനിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾക്കേ അറിയൂ. സോ അത് ഡെഫിനറ്റ് ആയിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഒരു പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സൊല്യൂഷന് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടും മെന്റേഴ്സ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. അവരെ ചെന്ന് കണ്ട് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷെ ആദ്യം എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ കൊണ്ടേ അത് പറ്റും. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ടേ കേൾക്കുന്ന ആൾക്ക് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അവിടെ എന്താണ് എനിക്ക് സംഭവിച്ചത്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതൊരു സമയനഷ്ടമായിട്ടോ ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ച് എനിക്ക് ടെൻഷൻ കൂടും. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, തെറ്റിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും. അതൊരു ടെൻഷൻ കൂടുതലായിട്ട് കരുതരുത്. ഓരോ പ്രാവശ്യം നിങ്ങൾ ആ തെറ്റിച്ച ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്താണ് നിങ്ങൾക്ക് തെറ്റിയതെന്ന്. നമുക്ക് ടെൻഷൻ കൂടുമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പിന്നീട് ആ ക്വസ്റ്റ്യൻ തൊടാതെ ഇരിക്കുന്നു, അതേ എറർ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ടെൻഷൻ വരും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും അറിയാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചല്ലോ എന്നൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. സാരമില്ല. പക്ഷെ എങ്കിലും അതേ റിഗ്രറ്റ് അടുത്ത പരീക്ഷ കഴിയുമ്പോൾ തോന്നാൻ പാടില്ല. അതുതന്നെയാണ് അവനവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുക, പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. അതിനെ ഒഴിവാക്കി പോകുന്നത് ഒരിക്കലും അല്ലെ എസ്കേപ്പിസം എന്ന് പറയുന്നത് ഒരിക്കലും ഇതുപോലൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു എക്സാമിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് ഒരിക്കലും നമുക്ക് സഹായമാവില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട യഥാർത്ഥ സമയമായി അവനവൻ്റെ പഠനത്തിൽ, അവനവൻ്റെ ടോപ്പിക്കുകളിൽ, ടൈം ടേബിളിൽ, പരീക്ഷകളിൽ എല്ലാത്തിലും കൃത്യമായിട്ടൊരു ശ്രദ്ധ കൊടുക്കേണ്ട സമയമായി എന്നുള്ളൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ എപ്പിസോഡിൽ ആകത്തുകയായി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? എക്സാമിലാണോ, പഠിത്തത്തിലാണോ, അല്ല മാർക്കിലല്ല. അതൊക്കെ നമുക്കിനി ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചാപ്റ്ററും നമുക്ക് പഠിക്കുവാനും ഓർത്തെടുക്കാനൊക്കെ ഇഷ്ടം പോലെ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വർക്ക് കൃത്യമാണോ, എത്രത്തോളം അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, ഡിസംബർ കൊണ്ട് നമുക്ക് ടോപ്പിക്ക് തീർക്കാൻ സാധിക്കുമോ എന്നുള്ളതിനൊക്കെ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ ഇവിടെ വന്ന് നിങ്ങൾ ഓടി തുടങ്ങിയപ്പോൾ നിങ്ങളായിരുന്നു ഏറ്റവും മുന്നിൽ വന്ന ആൾക്കാരാണ് ഓടി തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം മിഡിൽ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കറിയാം ഈ ട്രാക്കിൽ കൂടെയുള്ളവരുടെ വേഗം എത്രയാണ്, കൂടെയുള്ള ഓരോരുത്തരും എത്ര വേഗത്തിലാണ് ഓടുന്നത്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ ഞാനിനി എത്ര കൂടെ എഫേർട്ട് ഇടണം, എത്ര കൂടെ ഓടിയാൽ എനിക്ക് അവരുടെ കൂടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ അവരെക്കാളും മുന്നിൽ എത്താൻ പറ്റുമെന്ന് തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വേഗം കൂട്ടിക്കോളൂ. ഞങ്ങൾ എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.